ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. വിശാഖഷഷ്ഠി മന്ത്രം 21. ബാലേന്ദുബിംബം ഒരുപോലെ നിരന്നതിനു മേലേ കുരുൾ നിരയും അപ്പോലെ മിളത്തിലകം ആലേയ കുങ്കുമം ആയാലേ പകാന്തി വടിവും ചാരേ കലർന്നതി വിശാലേ മഹൽ പളനി ശൈലേശനായ ഭഗവൽ പാലേ വസിക്കിൽ മതിയാലേ വരും ശമനമാലേതുമില്ല മനമേ. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ശുഭദിനം, സുപ്രഭാതം. ഏവർക്കും വിനീതമായ നമസ്കാരം. വിശാഖഷഷ്ഠി ശ്ലോകം 21 വരികളിൽ ഉള്ളടങ്ങിയിരിക്കുന്ന അർത്ഥം എപ്രകാരമാണെന്ന് നമുക്ക് നോക്കാം. നിരന്നു നിൽക്കുന്ന 6 ചന്ദ്രക്കലകൾ പോലെയുള്ളതാണ് മഹത്തായ പളനിമലയുടെ ഈശനായ ഭഗവാന്റെ വിശാലമായ നെറ്റിത്തടം. അതിനു മുകളിൽ കുറുനിര കാണപ്പെടുന്നു. അതിനോട് ചേർന്ന് തന്നെ കാണുന്നു. ആ നെറ്റിത്തടത്തിൽ ചന്ദനം, കുങ്കുമം തുടങ്ങിയവ പൂശിയിരിക്കുന്നതിൻ്റെ ശോഭ, ഇതെല്ലാം ഒന്നിനോടൊന്നു കലർന്നു ശോഭിക്കുന്ന ആ ഫാലപ്രദേശത്തിൽ അല്ലയോ മനസ്സേ, നിനക്ക് ബോധപൂർവം ഉറച്ചു നിൽക്കാൻ ഇടയായാൽ ദുഃഖങ്ങളുടെ എല്ലാം ശമനമുണ്ടാകും. പിന്നെ ഒരു ദുഃഖവും ബാക്കി ശേഷിക്കുകയുമില്ല. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ശ്രീ ശാരദാംബികായേ നമഃ.